ഇത് പടമാണ് കാണും ഫസ്റ്റ്. ഞാൻ 2 പടവും കാണും പറഞ്ഞു. സോ 27th ഷി വിൽ സി ബോത്ത് ഫിലിംസ്. ഞാൻ കാണും. പക്ഷേ അവർ ഏത് പടം ആദ്യം കാണും എന്ന് എനിക്കറിയില്ല. ഒരു സംശയമുണ്ട്. കുറച്ച് സംസാരിക്കും, അവർ വളരെ നന്നായിട്ട് സംസാരിക്കും. മലയാളം ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മലയാളം, തമിഴ്, തെലുഗു അങ്ങനെയൊന്നുമില്ല. ദിറ്റ് ഈസ് ഇന്ത്യ അങ്ങനെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ലെറ്റ്സ് എൻജോയ് ഇറ്റ് അല്ലേ. സോ നിങ്ങളെല്ലാവരും തമിഴ് പടം കാണുന്നില്ലേ? ഞങ്ങളെല്ലാവരും ഇപ്പോൾ OTT കാണുന്ന പടം എല്ലാം ഇപ്പോൾ എനിക്ക് മലയാളം മനസ്സിലാവും. ബട്ട് എല്ലാവരും സബ് ടൈറ്റിൽസോടാണ് കാണുന്നത്. നോബഡി സീസ് ഡബ് ഫിലിംസ്. സോ നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. സോ ലെറ്റ്സ് എൻജോയ് ഇറ്റ് ആൻഡ് ലെറ്റ്സ് ജസ്റ്റ് ഡു. ആൻഡ് ഇവിടെ ചെയ്താൽ ഇപ്പോൾ എംബറാൻ ഓൾസോ ബി റിലീസ് ഇൻ തമിഴ്. അവിടെയും എല്ലാവരും കാണും. ഇവിടെയും ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അത് ഇറ്റ്സ് എ വെരി ഇപ്പോൾ സുരാജ് ഈ പടത്തിലുണ്ട്. നോട്ട് ബിക്കോസ് സുരാജ് ഉണ്ടാണെങ്കിൽ നമുക്ക് മലയാളത്തിലെ ഒരു അങ്ങനെയില്ല. ഹീസ് എ ഗുഡ് പെർഫോമർ. സോ അവരെ നമുക്ക് തമിഴിൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി അത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് സോ. പക്ഷേ അത് പറഞ്ഞ ശേഷം ഏതാത് ഒരു മലയാള പടം, നല്ല പടം, നല്ല സ്ക്രിപ്റ്റ് എന്നാൽ ഞാൻ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യും. സി അതെ കാന്താര അതും അങ്ങനെ പോലെ ഫുൾ പാൻ ഇന്ത്യ പോയി. എനിത്തിങ് എൽസ്? മലയാളത്തിലെ സംസാരിക്കും. இல்லை பார்ட் 2 அப்படின்னு ஏன் வச்சோன்னா, இந்த படம் வந்து அந்த ஃபர்ஸ்ட் ஆக்ட்னு சொல்லுவாங்கள்ல, இவங்கெல்லாம் யார், இவங்க என்ன வேலை பார்க்குறாங்க, இவங்களுக்குள்ள என்ன பிரச்சனை, அப்படி இருக்க பிரச்சனையிலேருந்து படம் ஸ்டார்ட் ஆகிடும். ஸோ இல்லை சார், நான் வந்து கான்ஃப்ளிக்ஸ் ஸோ ஸோ அதனால இதுக்கு முந்தைய கதை நிறைய இருக்கு. ஐ மீன் இந்த படத்துக்கு ப்ரீக்வல் ஐடியா இருந்தது எழுதும் போதே. ஸோ இந்த படத்தை ரிலீஸ் பண்ணுறோம். பார்ட் 1க்கான ஐடியா இருக்குது, அது ஷூட்லாம் இன்னும் பண்ணல. அதுதான். ஸோ இப்போ இவங்கெல்லாம் யார், இவங்களுக்கான லவ் என்ன இருக்குது, இந்த மாதிரி மொத்த விஷயங்களும் அதுக்கான ஐடியா இருக்குது. ஸோ ஐ திங்க் அந்த பார்ட் 1க்கான ஐடியா இருக்குது. அதை ஐ திங்க் வி வில் எக்ஸிக்யூட் இட் வெரி சூன். அவ்வளோதான். Okay, we will execute it soon. Yes. You're looking smart, by the way. Glasses, shirt is, കുറച്ച് മേക്കപ്പ് കൊള്ളാം. നൈസ്. നന്നായിട്ടുണ്ട്. ആരെടുത്ത് ചോദ്യം? ചാലഞ്ച് അല്ലേ? അത് ആക്ച്വലായിട്ട് അത് മോർ ദൻ നമ്മളെല്ലാവർക്കും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വി ഓൾവേസ് ലുക്ക് ഫോർ സീൻസ് ലൈക്ക് ദാറ്റ്. ഇന്നും കുറച്ച് താ പ്ലീസ്, ഇന്നും കൂടി ഏതാത് താണ്. സോ അങ്ങനെ ഈ പടത്തിൽ മുഴുവൻ അങ്ങനെയാണ്. ഒவ்வொரு സീനും ഞാൻ അത് തന്നെ പറഞ്ഞു. ഞാൻ ആക്ച്വലായിട്ട് സത്യമായിട്ട് പറയട്ടെ, തങ്കളാണിന് ശേഷം തങ്കളാണിലെ ഞാൻ എത്തിപ്പോയി. ലൈക്ക് എവറിത്തിങ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ അതിനുശേഷം നെക്സ്റ്റ് മൂവി ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു വില്ലേജ് കമേഴ്ഷ്യൽ സിനിമ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളെടുത്ത് പറഞ്ഞു. ഞാൻ നല്ല മെല്ലെ നമ്മൾ ഒരു ഫ്യൂ സോങ്സ്, റൊമാൻസ്, തുഷാർ വെരി ഗുഡ് റൊമാൻസ്, പിന്നെ ആ ഫൈറ്റ് സീക്വൻസ്, ലൈറ്റ് ഫൈറ്റ്, അതെല്ലാം പറഞ്ഞിട്ട് കോസ്റ്റ്യൂംസ് നൈസ് കളർ. ഇപ്പോൾ ലൈക്ക് യുവർ ഷർട്ട്, ലൈക്ക് മൈ ഷർട്ട് എല്ലാം കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഏതാவது ഒരു സോങ് ഓസ്ട്രേലിയ ഒരു ലുങ്കി, അതും അഴുക്ക് ലുങ്കി, അഴുക്കുമുണ്ട്, ഒരു ഷർട്ട്, ആ ഷർട്ട് കണ്ടോ,
ഷട്ട ഇല്ലെങ്കിൽ ഷട്ടയില്ല, ഇവർക്ക് ഒരു സാരി അത്രേ ഉള്ളൂ. സോ അതിനുശേഷം ശരി ഓക്കെ നോ പ്രോബ്ലം, ബട്ട് സോങ് ഒൺലി മോണ്ടാജ്, ദെൻ കുറച്ച് ലവ് എല്ലാം അതെല്ലാം ഉണ്ട്. ബട്ട് അങ്ങനെയല്ല, ഫസ്റ്റ് സീൻ മുതൽ ഇപ്പോൾ തങ്ങളാണ് എനിക്ക് ഫിസിക്കലായിട്ട് കുറേ കഷ്ടം ഉണ്ടായിരുന്നു. ഇതിൽ മെൻ്റൽ ഓൾ ഓഫ് എസ് ഐ തിങ്ക് എല്ലാ സീനും ഒരു സർവൈവൽക്ക് വേണ്ടി നടക്കുന്ന ഒരു വിഷയമാണ്. സോ ഒவ்வொரு സീനും നമ്മൾ മെല്ലെ അങ്ങനെ ചുമ്മാ വിചാരിച്ച് ലൈക്ക് ലൈറ്റായിട്ട് അഭിനയം അങ്ങനെയില്ല. എവറി സീൻ വിൽ റിക്വയർ പെർഫോമൻസ്. ആൻഡ് സാർ കുറേ കഥകൾ പറയും അവരെ പറ്റി. ലൈക്ക് ഒരു ടേക്ക് ഹി വോണ്ട് ബി ഹാപ്പി വിത്ത്, അത് വളരെ മൈന്യൂട്ടായിട്ട് സട്ടിലായിട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മലയാളപ്പെടുത്തുന്ന ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് അത് വളരെ സോഫ്റ്റായിട്ട് വളരെ സട്ടിലായിട്ട് അങ്ങനെ എല്ലാം. സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ സൺഡേ അതെല്ലാം എടുക്കും. അത്ര അടി എനിക്ക് കിട്ടി. അവിടെ എല്ലാം സ്കാർസ് ഇല്ലേ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇറ്റ്സ് വെരി റോ. അങ്ങനെ ഉണ്ടാവും ഒരു ക്രീഡം ഇല്ലെങ്കിൽ ഒരു സ്ഫടികം അതുപോലെ ലൈക്ക് ഒരു വളരെ റോ ആയിട്ട്. സോ വി ഓൾ എൻജോയ്ഡ് ഇറ്റ്, ബട്ട് വേദനയോടെ എൻജോയ് ചെയ്തു. ഹായ് ശിവ, താങ്ക് യു. എന്തിനാ എഫേർട്ട് എടുക്കുന്നത്? അത് മനസ്സിലായി. എനിക്ക് അത് പറയുന്നില്ല, എനിക്ക് ചാലഞ്ച് ഇല്ലെങ്കിൽ ഐ ഗെറ്റ് ബോർഡ്. അപ്പോൾ ഇതിൽ കൂടെ ആക്ച്വലായിട്ട് ചിലപ്പം ലൈക്ക് ഫൈറ്റ് സീക്വൻസും മറ്റു വിഷയങ്ങൾ വി കുഡ് ഹാവ് ഡൺ ഇറ്റ് ഈസിയർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, അവൻ എന്നെ ചെറിയ അടിച്ചിട്ടില്ല, ഇന്നും കുറിച്ച് ഒരു 2 അടി എനിക്ക് കിട്ടിയാൽ ഇറ്റ് ബി ബെറ്റർ അല്ലേ. ബിക്കോസ് അപ്പോൾ തന്നെ ദ സീൻ വിൽ ലുക്ക് ഇല്ല ഇറ്റ് വാസ് സോ. நீங்கள் கேட்டிங்கல்ல, அது ரெண்டுத்துக்குமே காமனாக என்னென்னா கஷ்டம் இருந்தது. ஏன்னா இது ஃபுல்லாக நைட் ஒரு 6 o'clock ஸ்டார்ட் பண்ணோன்னா காலையில் 6 o'clock வரைக்கும் ஷூட் போகும். ஸோ அந்த 100 நாள் எனக்கு தெரிஞ்சு இங்கே எல்லாருக்குமே வெளி உலகத்தில் என்ன நடந்ததுன்னே தெரியாது. ஏன்னா காலையில் போய் தூங்கி திருப்பி லஞ்ச்லாம் சாப்பிடாம டின்னர் சாப்பிட்டு அப்படி தான் எல்லாருமே வந்துட்டு இருந்தாங்க. என்னென்னா இப்போ இது எவ்வளோ கஷ்டம்னு கேட்டிங்கல்ல, ஆனால் இவங்க இங்கே இருக்கிற எல்லாருமே பத்தலை இன்னும் சேலஞ்ச் பண்ணுங்கள் அப்படி கேட்குற ஆட்கள். இவங்களுக்கு என்ன போட்டாலுமே பத்தாது, எவ்வளோ கொடுத்தாலும் பத்தாது, என்ன பண்ணாலும் பத்தாது. இப்போ விக்ரம் சார் எல்லாம் ஏதாவது சீன் போய் சொல்லும் போதே இன்னும் நிறைய பண்ணலாம்ப்பா, இன்னும் பயங்கரமாக, அதான் சொன்ன மாதிரி ஆக்ஷன் சீக்வன்ஸ்லாம் இன்னும் அடிக்க சொல்லுங்கள், இன்னும் கீழே போட்டு இழுக்க சொல்லுங்கள், தரையில் படுத்து உருள்றது அந்த மாதிரி. எனக்கு அதெல்லாம் நான் கேட்பேன், சார் ஐயோ கம்ஃபர்டபுள், நீங்கள் ஓகேவா சார் பண்ணிடலாம், ஓகேப்பா ரெடிப்பா ரெடினா சொல்லுங்கள் அப்படின்னு. இப்போ சூர்யா சார் ஒரு நாள் சொன்னார், சார் நான் 100 மூடை தூக்குறேன் சார், நீங்கள் எனக்கு 10 மூடை கொடுத்தா பார்த்தா சார், 110 மூடை 200 மூடை கொடுங்க சார், அப்போ தான் எனக்கு. ஸோ அது பாருங்கள், எது கொடுத்தாலும் பத்தலை. திஸ் இஸ் ஹவ் இட் இஸ். அவங்க சேலஞ்சஸ்லாம் ஐ திங்க் அவங்க அதுக்கு சுத்தமாக கொஞ்சம் கூட பயப்படுற ஆளுங்க இல்லை. ஐ மீன் லைக் எது கொடுத்தாலும் பத்தாதுன்னு சொல்ல வரேன். ஸோ ஃபார் எவ்ரிபடி, ஃபார் சுரேஷ் சாராக இருக்கட்டும், துஷாராக இருக்கட்டும், என்ன சீன் எவ்வளோ கஷ்டமாக இருந்தாலும் ஓகே போகலாம் அப்படின்றவாங்க. அதில் யோசிக்கிறதுக்கான டைமே எனக்கு இருந்ததில்லை.